വാർത്തകളെയും എങ്ങനെയാണ് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഓരോ പത്രങ്ങളും ഓരോ വാർത്തകളെ ഏതൊക്കെ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ തുടങ്ങി പത്രങ്ങളെ ഇടകീറി പരിശോധിക്കാൻ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് VS സനോജാണ്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പ്രസ് സ്റ്റോപ്പ് തുടങ്ങിയാലോ? യെസ്, തുടങ്ങാം. നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ശുഭദിനം ആശംസിക്കുന്നു. നമ്മൾ പതിവ് പോലെ തന്നെ ഈ ദിവസങ്ങളിൽ കടന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ ഫോളോ അപ്പ് സ്റ്റോറീസിൻ്റെ ദിവസം കൂടിയാണിത്. രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും ഈ വാർത്ത തന്നെയാണ് ഇന്ന് ക്യാരി ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വലിയ പിരിമുറുക്കമുള്ള ഒരു വാർത്തയായി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് വിഷയമായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരും. ആ തലക്കെട്ട് തന്നെയാണ് മലയാള മനോരമയെ സംബന്ധിച്ച് ഇന്ന് കൊടുത്തിരിക്കുന്നത്, പിരിമുറുക്കം എന്നാണ്. അത് യഥാർത്ഥത്തിൽ ശരിയാണ്. കാരണം പിരിമുറുക്കം, വലിയ രീതിയിലുള്ള നയതന്ത്ര പിരിമുറുക്കം ഉണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നദീജല കരാറുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അതുപോലെ അവിടുത്തെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള വെള്ളത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ആ കരാർ നിർത്തലാക്കുമ്പോഴുണ്ടാവുന്ന മാറ്റം, ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നു. മറ്റൊന്ന്, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീകരവാദികളുടെ പങ്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം തുടരുന്നു, NIAയുടെ അന്വേഷണം തുടരുന്നു, സൈന്യത്തിൻ്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു, നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെയും അവരുടെ ജീവിതം, അവരുടെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള വരുമാനം, ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നൊരു സമയം. ആ രീതിയിൽ തന്നെ പിരിമുറുക്കം എന്നുള്ള തലക്കെട്ട് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു തലക്കെട്ടായിട്ട് എനിക്ക് തോന്നുന്നു. മലയാള മനോരമ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവേ അവരുടെ ഒരു വാർത്താ രീതിയിൽ തലക്കെട്ടുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തലക്കെട്ടുകൾ നൽകുന്നൊരു പത്രം എന്ന രീതിയിൽ പിരിമുറുക്കം എന്നുള്ള വാക്കിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ വാർത്തയുടെ തുടർച്ച ഉള്ള ഈ ഉൾപേജുകളിൽ ഈ വാർത്തയുടെ തുടർച്ചയുണ്ട്. ഒപ്പം മാതൃഭൂമിയെ സംബന്ധിച്ച് മിസൈൽ പരിശീലനവുമായി നാവികസേന തൊടുക്കാൻ എന്നുള്ള തലക്കെട്ടിൽ മാതൃഭൂമി ഈ കാര്യം കൊടുത്തിരിക്കുന്നു. സംയുക്ത സേനാ മേധാവി പ്രതിരോധ മന്ത്രിയെ കണ്ടിരിക്കുന്നു, നിഷ്പക്ഷ അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്ന് ചൈന പറഞ്ഞിരിക്കുന്ന കാര്യവും അതിൽ ചേർത്തിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിൽ നിർണായകമായ നീക്കങ്ങളാണ് എന്നുള്ള കാര്യം ഏതായാലും മാതൃഭൂമി പറയുന്നു. അത് ശരിയാണ്, ഡൽഹിയിലാണ് ഈ കാര്യങ്ങളുടെ നിർണായക നീക്കം. ഉറി ഡാം തുറന്ന കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹിന്ദു, ഇന്ന് എല്ലാ പത്രങ്ങളും ഇത് തന്നെയാണ്. ഹിന്ദുവിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, അതായത് ഒരു വളരെ ഹാർഷായിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മുടെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ ഹിന്ദു പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയും ഒപ്പം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സും അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളുടെ ഒരു സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും അങ്ങനെ തന്നെയാണ്. NIA ഇതിൻ്റെ അന്വേഷണം നടത്തുന്നതിനെ സംബന്ധിച്ച് NIA അന്വേഷണം തുടരുന്ന കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തിരിക്കുന്നു. ഫോഴ്സസ് റെഡി ടു സ്ട്രൈക്ക് എന്ന് മറ്റൊരു തയ്യാറെടുപ്പിനെ കുറിച്ച് അവർ പറയുന്നു. NIA ടേക്സ് ഓവർ പ്രോബ് എന്ന് അന്വേഷണം ടേക്ക് ഓവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഇതിനിടയിൽ സൈനിക അഭ്യാസങ്ങൾ, അതായത് ശക്തി പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ INS സൂറത്തിൻ്റെ ശക്തി പ്രകടനം കണ്ടതാണ്. അതിൻ്റെ തുടർച്ച, ഇരു രാജ്യങ്ങളും ഈ രീതിയിലുള്ള തന്ത്രപ്രധാനമായ ഒരു വെല്ലുവിളി പരസ്പരം നടത്തുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. സുപ്രഭാതം ഇന്ന് ഒന്നാം പേജിൽ ജലയുദ്ധം എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടെ ഈ ജലയുദ്ധം എന്നുള്ള ഒരു തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നു. അത് ശരിയാണ്. കാരണം ജലയുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ജലത്തിൻ്റെ പേരിൽ ഒരു വലിയ തർക്കം നടക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ഈ വാർത്തകളുടെ ഫോളോ അപ്പും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപേജുകളിലും എല്ലാം തന്നെ നൽകിയ ഒരു ദിവസമാണ് ഇന്നെന്ന് പറയാം. മറ്റൊരു, ഈ കശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശകലനങ്ങൾ ഉൾപേജുകളിലുണ്ട്. നദീജല കരാറുമായി ബന്ധപ്പെട്ട വിശദമായ ലേഖനങ്ങളുണ്ട്. ഈ വാർത്തയിൽ നിന്ന് മാറിയാൽ മറ്റൊരു വാർത്തയിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വന്നാൽ, ഇന്നലത്തെ നമ്മളെല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതോ ചാനലുകൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയതുമായ വാർത്തകൾ, മറ്റ് 2-3 വാർത്തകളുണ്ട്. അതിലൊന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ എന്നുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള വാർത്തയാണ്. ആ വാർത്തയ്ക്ക് പത്രങ്ങൾ വലിയ പ്രാധാന്യം സ്വാഭാവികമായി നൽകും. കാരണം സിനിമ
പ്രവർത്തകരുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വരുന്ന ഒരു വാർത്താ പ്രാധാന്യം ഏതായാലും മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരിക്കുരുക്ക് വീണ്ടും സിനിമയ്ക്ക് കളങ്കം എന്ന് മലയാള മനോരമ എഴുതിയിട്ടുണ്ട്. ഈ വാർത്ത മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടെ മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട വാർത്തയും ഇതിൻ്റെ ഫോളോ അപ്പ് വാർത്തകൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ കൂടുതൽ പരിശോധന, തെരച്ചിൽ അല്ലെങ്കിൽ കൂടുതൽ പേരെ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ ലഹരിച്ചുഴിയിൽ സംവിധായകർ എന്നാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമയെ സംബന്ധിച്ച് ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ എന്നുള്ള വാർത്ത വരുന്നു. നമ്മുടെ ഖാലിദ് റഹ്മാനെയും അതുപോലെ അഷ്റഫ് ഹംസയെയും അതിനിടെ ഫെഫ്ക യൂണിയനിൽ നിന്ന്, ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വാർത്തയും അത് ഒരു ബോക്സായിട്ട് മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഇന്ന് മലയാള മനോരമ ഇന്നത്തെ ഒരു പ്രധാന വാർത്ത അല്ലെങ്കിൽ ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് ആരതി ഞങ്ങൾക്ക് സഹോദരി എന്ന് പറഞ്ഞ് കശ്മീരിലെ അവരെ രക്ഷിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന കശ്മീരി ഡ്രൈവർമാരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നു. മുസാഫിറും സമീറും പറയുന്നു ആരതി ഞങ്ങൾക്ക് സഹോദരി എന്ന്. ഇത് മലയാള മനോരമ ഒരു ഇമോഷണലായിട്ടുള്ള വൈകാരികമായ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ്. അത് നല്ല പ്രാധാന്യത്തോടുകൂടെ അവർ ഒന്നാം പേജിൽ മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത ഇന്നലെ നമ്മൾ കണ്ടത് PK ശ്രീമതിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇന്നലെ മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ വന്ന ഒന്നാം പേജിലല്ല, മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടെ നൽകിയൊരു വാർത്ത PK ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് എന്നുള്ള വാർത്തയായിരുന്നു. അത് വലിയ വിവാദമായി അല്ലെങ്കിൽ അത് ചർച്ചയായി. അത് സംബന്ധിച്ച് CPMൻ്റെ നേതാക്കൾ പ്രതികരിച്ചു. MA ബേബിയും MV ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ PK ശ്രീമതിയുടെ പ്രതികരണം വന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള മറുപടി അവർ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വാദത്തിലെ വാദം വൈരുദ്ധ്യാത്മകം എന്ന പേരിലാണ് തലക്കെട്ടോടെ ശ്രീമതിയുടെ ഈ സംസ്ഥാന യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല. അവർ അഖിലേന്ത്യാ യോഗത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം നടന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ള 3 വ്യത്യസ്തമായ പ്രതികരണങ്ങളെ അവർ ഒറ്റ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന വാദം വൈരുദ്ധ്യാത്മകം എന്ന്. അതായത് ഇവരുടെ പ്രതികരണത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായ അഭിപ്രായം എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലേക്ക് ധ്വനിപ്പിക്കുന്നുണ്ട് മാതൃഭൂമി. ഈ വാർത്ത ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നതാണ്. ഇത് ഏതായാലും ഒരു പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത തന്നെ ഇന്ന് ഉൾപേജിൽ മലയാള മനോരമയും കൊടുത്തിട്ടുണ്ട്. PK ശ്രീമതിയുടെ വിലക്ക് തർക്കം PBക്ക് മുന്നിൽ എന്ന് പറഞ്ഞ് അത് കുറച്ചുകൂടെ ഒരു പടി കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് എന്തോ ഒരു ക്രൈസിസ് CPMനകത്ത് ഒരു സംഘർഷം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊരു അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ആ വാർത്തയെ പ്ലേസ് ചെയ്യാൻ മലയാള മനോരമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മറ്റൊന്ന്, ഇന്നലെ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത, അത്താഴ നയതന്ത്രം പാളി, മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ നിന്ന് പിന്മാറി ഗവർണർമാർ എന്നുള്ള ഒരു വാർത്ത മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഈ വാർത്ത മനോരമയും ഒപ്പം തന്നെ മറ്റ് ചില പത്രങ്ങൾ ഈ വാർത്ത നൽകിയിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് ക്ഷണിച്ചതിൽ നിന്ന് കേരളം, ഗോവ, ബംഗാൾ ഗവർണർമാർക്കായി വിരുന്ന് നടത്തേണ്ടതാണ് ക്ലിഫ് ഹൗസിൽ, പക്ഷേ അവർ പിന്മാറി എന്നുള്ള ഒരു വാർത്തയാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു മറുപടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു വിരുന്നില്ലായിരുന്നു. മറ്റൊന്ന്, ആ വിരുന്ന് മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്ത ഒരു സമയത്ത് എങ്ങനെയാണ് അങ്ങനെ ഒരു വിരുന്ന് നടക്കുക എന്നുള്ളത് സംബന്ധിച്ച് ദേശാഭിമാനി അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ രീതിയിൽ അങ്ങനൊരു അത്താഴ വിരുന്നില്ല എന്ന് ദേശാഭിമാനി പറയുന്നുണ്ട്. ഇല്ലാത്ത ഒരു വിരുന്ന് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ദേശാഭിമാനി ഈ വാർത്തയ്ക്കൊരു മറുപടി എഴുതിയിരിക്കുന്നു. ഏതായാലും മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യത്തോടുകൂടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നിയത്, ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് MA ബേബിയുടെ PK ശ്രീമതിയുടെ വിഷയത്തിലുള്ള MA ബേബിയുടെ പ്രതികരണം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനെ തോളിലേറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തിയത് മാധ്യമങ്ങളെ കണ്ടത്. അത് ഒരു ചിത്രം സഹിതം ബേബി സ്നേഹം എന്ന് പറഞ്ഞ്
നൽകിയിരിക്കുന്നു. മാതൃഭൂമിയും മനോരമയും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ കേരളകൗമുദിയുടെ 1-ാം പേജിലെ ഒരു പ്രധാനപ്പെട്ട പടമായിട്ടത് വന്നിട്ടുണ്ട്. ബേബി വിത്ത് ബേബി എന്നുള്ള ഒരു തലക്കെട്ടിൽ കൊടുക്കാവുന്നൊരു പടം തന്നെയാണ്. അപ്പോൾ അത് അവർ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട ഇന്നലത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സ്പോർട്സിലുള്ള ഒരു വാർത്തയാണ്, കായിക വാർത്തകളിൽ വരുന്നതാണ്. അതായത് ലിവർപൂളിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അത് റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നു. അതിൽ മനോരമയുടെ അതിൻ്റെ ഇൻട്രോ വളരെ പൊതുവേ ഇത്തരം സ്പോർട്സുമായി ബന്ധപ്പെട്ട് വാർത്തകളുടെ ഇൻട്രോകളിൽ വളരെ ശ്രദ്ധിക്കുകയും നല്ല തലക്കെട്ടുകൾ ചെയ്യുന്ന ഒരു പത്രമാണ് മനോരമ. അപ്പോൾ അവർ എഴുതിയിട്ടുണ്ട്, ഒരു മഴക്കാലത്തിനും അടുത്ത വറുതിക്കാലത്തിനും ഇടയിൽ ഒരു ഗോൾ മഴക്കാലം ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലോടെ ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ എന്നാണ്. അത് വലിയ പ്രാധാന്യത്തോടുകൂടിയും ലിവർപൂളിൻ്റെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട നേട്ടം അവർ എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാഴ്സയുടെ ക്രിസ്മസ് അവധിക്കാലം കഴിഞ്ഞുള്ള ആദ്യ മത്സരം വിജയിച്ച ശേഷം എന്ന് തുടങ്ങി ലെവൻഡോസ്കി പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ബാഴ്സയുടെ ഇന്നലത്തെ കളിയിലെ വിജയത്തെക്കുറിച്ച് അവർ റയലും ബാഴ്സയായിട്ടുള്ള കളിയുടെ ആ വിജയം ബാഴ്സ റിട്ടേൺസ് എന്ന പേരിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയും സ്പോർട്സ് പേജിൽ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ലിവർ ഗർജനം എന്ന് ദേശാഭിമാനിയും ബാഴ്സ കിങ്സ് എന്ന് ബാഴ്സയുടെ വിജയത്തെ സംബന്ധിച്ചും 2 വാർത്തകൾ അരപ്പേജിൽ സ്പ്ലിറ്റായി തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്ത് 4 ഗോളം വാർത്തകൾ വീതം ആയിട്ട് വലിയ പ്രാധാന്യത്തോടുകൂടെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഉള്ള ധാരാളം വാർത്തകളുള്ള ദിവസമായിരുന്നു. പക്ഷേ അതിൽ നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, അത് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. ഈ പാഠപുസ്തകങ്ങളുടെ മുഗൾ രാജവംശത്തെ 7-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് NCERT ഒഴിവാക്കുകയും പകരം മഗധ രാജവംശം അടക്കമുള്ള ചരിത്രം സാക്ഷി മുഗളർ പാഠപുസ്തകത്തിൽ നിന്ന് പുറത്ത് എന്നുള്ളൊരു വാർത്ത. ഇത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വാർത്തയാണ്. ഈ വാർത്തയ്ക്ക് മലയാള മനോരമയും മാതൃഭൂമിയും വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അതൊരു വലിയ വാർത്ത തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ സെഗ്മെൻറ്റിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. സേതു. ഓക്കെ, VS സനോജ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും പ്രസ് സ്റ്റോപ്പുമായി കണ്ടുമുട്ടാം. ഓക്കെ.